നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മൊബിലൈസിങ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. നേരത്തെ നമ്മൾ നോക്കിയത് ഫൈനാൻഷ്യൽ റിസോഴ്സസ് മൊബിലൈസേഷൻ ആണ്. ദെൻ ഇനി നോക്കുന്നത് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ്. എന്തൊക്കെയാണ് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസോഴ്സസ് അതായത് an entrepreneur needs support from various sources such as family, friends, consultant, experienced employees, takers, business offering, customers, etc. അല്ലേ? അതായത് ഒരു എൻ്റർപ്രണർക്ക് എന്തായിരിക്കും ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് ഫിനാൻഷ്യലി മാത്രമല്ല നോൺ ഫിനാൻഷ്യലി സപ്പോർട്ട് ഉണ്ടാവണം. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും അയാൾക്ക് കുറേ സപ്പോർട്ടിന് ആവശ്യമുണ്ട്. അതായത് ഫാമിലീസിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവണം, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ, അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ, ഇതിനെ വേറെ ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, അങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യലി അല്ലാതെ, അതായത് ഇൻ മോണിറ്ററി ടേംസിലല്ലാതെ കിട്ടുന്ന സപ്പോർട്ടിനെയാണ് നമ്മൾ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതും അത്യാവശ്യമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്? The resources that are need to start a business can be broadly classified into two broad categories. നമ്മളിപ്പോൾ പഠിച്ച പോലെ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ്. നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് may further be divided into 7 categories. ഈ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ നമുക്ക് 7 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ? നോൺ ഫൈനാൻഷ്യൽ കാറ്റഗറിയിൽ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ്. ദെൻ നോളേജ് റിസോഴ്സസ്. ദെൻ എന്താണ്? മെൻറ്ററിങ് റിസോഴ്സസ്. ദെൻ മെറ്റീരിയൽ റിസോഴ്സസ്. ദെൻ മോറൽ റിസോഴ്സസ്, ദെൻ കൾച്ചർ, ദെൻ റിലേഷണൽ. അപ്പം ഇത്രയും 7 കാറ്റഗറി ആയിട്ട് നമ്മൾ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ഹ്യൂമൻ ബീങ്സ് റിസോഴ്സസ്, നോളേജ് അറിവ് വെച്ചിട്ടുള്ളത്, ദെൻ മെൻറ്ററിങ് വെച്ചിട്ട്, മെറ്റീരിയൽ റിസോഴ്സസ്, മോറൽ റിസോഴ്സസ്, കൾച്ചർ നോളേജ് റിസോഴ്സസ്, ദെൻ റിലേഷണൽ റിസോഴ്സസ്. അപ്പം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിപ്പോൾ ഇതിലേക്ക് തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും 7 കാറ്റഗറി ആയിട്ടാണ് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഒരു നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒരു ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. ഇമ്പോർട്ടൻസ് അല്ലേ? ഏതൊക്കെ രീതിക്കാണ്? ഫസ്റ്റ് വൺ, ഓഫർ വാല്യുബിൾ അഡ്വൈസ് അല്ലേ? നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് തുടങ്ങുന്ന സാധനമായിരിക്കും അയാളുടെ തലയിൽ അയാൾക്ക് നെഗറ്റീവും പോസിറ്റീവും. എന്നാലും നമ്മൾ കാണാതെ പോയ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വേറൊരാൾ, ഒരു റിലേറ്റീവ്സോ ഒരു ഫ്രണ്ട്സോ പറഞ്ഞു തരാനുണ്ടാവും, ഒരു അഡ്വൈസ് തരാനുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ എന്താണ്? ഒരു വാല്യുബിൾ അഡ്വൈസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഫർ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അല്ലേ? നമ്മൾ കണ്ട ഒരു കാര്യത്തിനെ പലരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അതിൻ്റെ വേറെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പം അത് കസ്റ്റമേഴ്സിന് ഇന്ന രീതിക്ക് പ്രയോജനപ്പെടും, അല്ല ഇന്നതായിരിക്കും അതിൻ്റെ എന്താ പറയുക ഗുണവും ദോഷവും. നമ്മൾ ഇന്നത് ഒരു സാധനമായിരിക്കും നമ്മളെ തലയിൽ ഉണ്ടായിരിക്കുക, പക്ഷെ അതിന് ഡിഫറെൻറ്റ് അതല്ല, അതിന് വേറെയും കുറേ ആംഗിളിൽ നമുക്ക് നോക്കിക്കാണാൻ വേറെ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് എടുക്കുന്നത് വഴി നമുക്ക് പറ്റുന്നുണ്ട്. അതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് സ്കിൽസ് അല്ലേ? ഒരു എൻ്റർപ്രണറെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അയാളെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ഹെൽപ്സ് ഇൻ എക്സ്പാൻഡിങ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഹ്യൂമൻ ബീങ്സ് ഒക്കെ ആയിട്ട് ഉള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണെന്ന്. ആ സമയത്ത് എന്താ നമ്മളൊരു ലാർജ് സ്കെയിൽ ഓഫ് നെറ്റ്വർക്ക് ചെയിൻ നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതായത് ഒരുപാട് ബന്ധങ്ങൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ഹെൽപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ് അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരുള്ള സമയത്ത് അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് കാരണം നമുക്ക് എന്ത് ചെയ്യും? അതിലൊരു പ്രോപ്പർ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. പിന്നെ ഹെൽപ്സ് ഇൻ ബഡ്ഡിങ് എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്നോവേഷൻസ് അല്ലേ? ഒരു എൻ്റർപ്രണർക്ക് അയാൾ ഇന്നോവേഷൻസ് ബഡ്ഡിങ് സ്റ്റേജിൽ തന്നെ അയാൾക്ക് അതിലുള്ള എന്താ പറയുക മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട്
നമുക്ക് ഈ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ട്രെൻഡ്സ് ഇൻ ഇൻഡസ്ട്രി അല്ലേ, കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് കാരണം ഒരു ഇൻഡസ്ട്രീൻ്റെ എന്താണ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, ഏറ്റവും നന്നായിട്ടൊരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് എന്തിനുള്ളത്, ഒരു നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസിന്. ഓക്കെ, അതൊരു ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു അത്. ദെൻ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു 7 കാറ്റഗറി ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിൽ ആരൊക്കെയാണ് വരിക, ഹ്യൂമൻ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന ആൾക്കാരാണ് വെൻഡേഴ്സ്, സപ്ലയേഴ്സ്, ബാങ്കേഴ്സ്, കസ്റ്റമേഴ്സ്, മെൻറ്റേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, എക്സ്പെർട്ട് ഗൈഡൻസ്, അങ്ങനെ വരുന്ന എല്ലാ പീപ്പിൾസിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാലോ അല്ലേ. ബാങ്കർ ആരാന്ന് അറിയാലോ, അതുപോലെ കസ്റ്റമർ, വെൻഡർ, അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെയാണ്. ദെൻ മെൻറ്ററിങ് റിസോഴ്സസ്, സെക്കൻഡ് വൺ. മെൻറ്ററിങ് റിസോഴ്സസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, mentors are an important as the financial resources of the business. Mentors are important not only while setting up an enterprise but also at the different stages of growth അല്ലേ. ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവാറ്, മെൻറ്റർ റിസോഴ്സസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് അപ്പിൽ മാത്രമല്ല, ബിസിനസ് ഗോ ത്രൂ ചെയ്യുന്നതനുസരിച്ച് എന്താണ് അതിൻ്റെ ഗ്രോത്തിലും നമുക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഈ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസിൽ വരുന്നത്. ഓക്കെ, ഒരു ഗുഡ് മെൻറ്റർ ഉണ്ടായിരിക്കുമ്പം എന്താ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, അതായത് ആക്സസിബിൾ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അല്ലേ. നമുക്ക് എല്ലാ സമയത്തും ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് അയാളെ എപ്പോഴും ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ എന്താണ്, വാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഇൻഡസ്ട്രീനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് നോളേജ് ഉള്ള ഒരാളായിരിക്കാം, അപ്പോൾ അയാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഒരു മെൻറ്റർ എങ്ങനെയായിരിക്കും, പാഷനേറ്റ് ആയിരിക്കണം, ദെൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, ഗുഡ് ക്രിട്ടിക് ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി, നോളജബിൾ. ഒരു മെൻറ്റർക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം ഒരു ഗുഡ് മെൻറ്റർ, സപ്പോർട്ട് മെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ എന്താണ്, അതർ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഇപ്പം നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസിൽ ഈ 7 കാറ്റഗറി നമ്മൾ പറഞ്ഞു. ഇതിലും വരുന്ന അതർ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ ആക്സസ് ടു ഇൻഡസ്ട്രി ഇവൻറ്റ്സ് അല്ലേ. ഒരു ഇൻഡസ്ട്രിയുടെ ഇവൻറ്റിന് അനുസരിച്ചിട്ടുള്ള നോളേജ് നമ്മൾ അക്വയർ ചെയ്യുക. അതായത് ആക്സസ് ടു ഇൻഡസ്ട്രി ഇവൻറ്റ്സ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു ദ എൻ്റർപ്രണർ ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രെൻഡ്സ് ഓഫ് സിനാരിയോ ഓഫ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ. അതായത് ഒരു ഇവൻറ്റിലൂടെ നമുക്ക്, അതായത് ഒരു ഇൻഡസ്ട്രീൻ്റെ ഒരു ഇവൻറ്റിലൂടെ നമുക്ക് എന്ത് അതിന് കുറേ നോളജ് കിട്ടുന്നുണ്ട്. അതായത് മാർക്കറ്റിംഗ് ട്രെൻഡിനെ കുറിച്ച്, എന്താണ് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു നോളജ് ഒരു ഇൻഡസ്ട്രി ഇവൻറ്റിലൂടെ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ഒരു നോളജ് ഒരു നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് അക്വയർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇറ്റ് ഇൻക്രീസസ് അവയർനെസ് ഓഫ് ദ എൻ്റർപ്രണർ, ഹെൽപ്സ് ഹിം ഓർ ടു മേക്ക് കോൺടാക്ട്സ്, ജനറേറ്റ് ലീഡ്സ്, പ്രൊമോട്ട് ദെയർ ബിസിനസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് റിക്രൂട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. ഈ ഇൻഡസ്ട്രി ഇവൻറ്റ്സിലൂടെ ഒരു എൻ്റർപ്രണർക്ക് അയാളെ അവയർനെസ് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ അയാൾക്ക് ഒരു കോൺടാക്ട്സ് മേക്ക് ചെയ്യാനും, അയാൾക്കൊരു ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും, ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരു ബിസിനസ് ഒരു ഇവൻറ്റ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് നമുക്ക് ലോട്ട് ഓഫ് പീപ്പിൾസ് അതിലുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് അതിൽ പറ്റുന്നുണ്ട്. അപ്പം അതൊരു അതർ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ദെൻ എന്താണ്, നോളജ്, ഇൻഫർമേഷൻ, ഇൻ്റലക്ച്വൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നോളജ് ഇൻഡസ്ട്രി ടു വിച്ച് ദ ബിസിനസ് ബിലോങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. While setting up an enterprise, it is very important for the entrepreneur to know the industry and their competitors in the market അല്ലേ. അതായത് നോളജ് ഉണ്ടാക്കിയെടുക്കുക ഒരു അതർ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് നമ്മളെ എന്താണ് പറയുന്നത്, എൻ്റർപ്രൈസസിനെ കുറിച്ച്, ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൽ എത്ര കോമ്പറ്റീഷൻസ്, മാർക്കറ്റിലെ കോമ്പറ്റീഷൻസിനെ കുറിച്ചൊക്കെ ഒരു എന്താ പറയുക നോളജ് ഉണ്ടാക്കുക എന്നത് പറയുന്നത് ഒരു അതർ നോൺ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ് അല്ലേ. കോമ്പറ്റീഷനെ കുറിച്ച് അയാൾ ഒരു എൻ്റർപ്രണർ പഠിച്ചിരിക്കുക, എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെ നമ്മളെ പ്രോഡക്റ്റിനെ എൻ്റർപ്രൈസിനെ യൂണീക്ക് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫിസിക്കൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്, ഓഫീസ് പ്രെമിസസ്, എക്യുപ്മെൻറ്റ്, യൂട്ടിലൈസേജ്, ലൊക്കേഷൻ ഫാക്ടർ അല്ലേ. അതായത് അല്ലാത്ത ഫിസിക്കൽ മെറ്റീരിയൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ,
നമ്മൾ ഇൻഡസ്ട്രീൻ്റെ ലൊക്കേഷന്, അതിൽ ഓഫീസിന് വരുന്ന ഓഫീസ് പ്രെമിസസിനെ കുറിച്ച്, എക്യുപ്മെൻറ്റ്സ്, യൂട്ടിലിറ്റീസിനെ കുറിച്ച്, ഫർണിച്ചർ, അതിൽ ഫാക്ടറിയിൽ എത്ര സ്പേസ് വരുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത്